CPIM-ന്റെ ജില്ലാ സെക്രട്ടറി പ്രതി. നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട ഒരു കേസ്. CPIM-ന്റെ ജില്ലാ സെക്രട്ടറി ആരാണോ ആ സെക്രട്ടറി കേസിൽ പ്രതി. അങ്ങനെ ലോകത്ത് എവിടെയെങ്കിലും കേസുണ്ടോ? ഇന്ത്യയിലാകെ ഒരു കേസ് മാത്രമാണ് ഇങ്ങനെ ഉണ്ട് എന്ന് പറയുന്നത്. അബ്ദുൽ ഖാദർ ഇപ്പോൾ കേസിൽ പ്രതിയായിരിക്കുകയാണ്. ഇപ്പൊ ജാമ്യമെടുത്തു. ഇതാണ് ED. CPIM-ന്റെ ജില്ലാ സെക്രട്ടറിമാർ മുഴുവൻ പ്രതി. ഇപ്പോഴും പ്രതിയായിട്ട് വീണ്ടും CPIM-ന്റെ ഇപ്പോഴും സെക്രട്ടറി ആയിട്ട് വന്നയാളും പ്രതി. ആ കേസ് എത്രയോ വർഷം മുമ്പുള്ളതാണ്. പ്രതിയാക്കി. ഈ കേസ് ശിക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കേസാണോ? സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പരിപാടിയാണ് ഇവിടെ ഇപ്പോഴ് നടക്കുന്നത്. ഒരുപാട് പൊതുയോഗങ്ങളും രാഷ്ട്രീയ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടുള്ള നിരവധിയായ പരിപാടികളും പാർട്ടി കേരളത്തിലും കോഴിക്കോടും ഇതിനു മുമ്പും സംഘടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ ഒരു യോഗം, അതിൻ്റെ ഹെഡിങ് തന്നെ ഇവിടെ സഖാക്കൾ കൊടുത്തത് EDയുടെ രാഷ്ട്രീയം വന്ന EDയുടെ രാഷ്ട്രീയം വിശദീകരിക്കാൻ വേണ്ടി ഒരു പൊതുയോഗം കോഴിക്കോട് പട്ടണത്തിൽ ആദ്യമായിട്ടാണ് നടക്കുന്നത്. ഇന്നലെ മുതലേ മാധ്യമങ്ങൾ ഇങ്ങനെ ഒരു പൊതുയോഗം നടക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളമുള്ള വാർത്ത നൽകുകയുണ്ടായി. മാധ്യമങ്ങൾ വാർത്ത നൽകുന്നത് നമുക്കനുകൂലമായിട്ടായിരിക്കുമെന്നൊരു തെറ്റിദ്ധാരണ വേണ്ട. ഇവിടെ ഇപ്പോൾ ഒരുപാട് മാധ്യമ സുഹൃത്തുക്കൾ അവരുടെ ക്യാമറയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. നാളെ ഇപ്പോഴിവിടെ സ്വാഗത പ്രസംഗം മുതൽ ഉദ്ഘാടനവും തുടർന്നുള്ള പ്രസംഗങ്ങളെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് മാധ്യമങ്ങളിൽ വരുമെന്ന ഒരു തെറ്റിദ്ധാരണയും വേണ്ട, ഒരു സംശയവും വേണ്ട. എനിക്ക് ആ സംശയമില്ല. എന്താണ് പാർട്ടിക്കെതിരായിട്ട് ഉപയോഗിക്കാൻ പറ്റുക നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇരിക്കുന്നത്. മാധ്യമങ്ങളുടെ ഒരു പൊതുനില അതാണ്. എങ്ങനെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ആശയം ഉൽപ്പാദിപ്പിക്കാം, അതിന് പറ്റാവുന്ന ഒടിപ്പും തങ്ങലും ഒക്കെ വെച്ച് വാർത്ത ചമക്കുന്നവരാണ് മഹാഭൂരിപക്ഷം. എല്ലാവരും ഞാൻ പറയുന്നില്ല, മഹാഭൂരിപക്ഷവും അതാണ്. മൂലധന ശക്തികൾക്ക് വേണ്ടി നിലകൊള്ളാൻ വിധിക്കപ്പെട്ടവരാണവർ. അതിലെനിക്ക് അത്ഭുതമില്ല. ഞങ്ങൾ ഈ തരത്തിലുള്ള എല്ലാ കടന്നാക്രമങ്ങളെയും അഭിമുഖീകരിച്ചുകൊണ്ട് തന്നെയാണ് പാർട്ടി സംഘടനാ പ്രവർത്തനവും പാർട്ടി പ്രവർത്തനത്തിൻ്റെ ഭാഗമായ വിവിധ തലങ്ങളിലുള്ള ഇടപെടലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ ആരുടെയെങ്കിലും ചീട്ടിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെട്ട് വളർന്നു വന്ന ഒരു പ്രസ്ഥാനമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPIM. നിങ്ങളുടെ തണലിലല്ല ഞങ്ങൾ വളർന്നത്. ഇതിൻ്റെ എല്ലാ തരത്തിലുള്ള കടന്നാക്രമങ്ങളെയും അഭിമുഖീകരിച്ചുകൊണ്ട് നെഞ്ചൂക്കോടെ മുമ്പോട്ടേക്ക് പോയ ഒരു പാർട്ടിയും പ്രസ്ഥാനവുമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. ഞങ്ങളിങ്ങനെ ഭീഷണിപ്പെടുത്തി, ഭയപ്പെടുത്തി, മറ്റു പലരെയും ഒപ്പം നിർത്തിയതുപോലെ നിർത്താനാവുന്ന ഒരു പാർട്ടിയാണ് CPIM എന്ന തെറ്റിദ്ധാരണ EDക്കും വേണ്ട, മാധ്യമങ്ങൾക്കും വേണ്ട. ഇത് ഞാൻ ആമുഖമായിട്ട് പറഞ്ഞതാണ്. ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് EDയുടെ രാഷ്ട്രീയം. ഇപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ ED എന്ന് മുതൽ തുടങ്ങണം. ഞാനിതിനു വേണ്ടി കുറേ കാര്യങ്ങൾ പരിശോധിച്ച് നോക്കി. അപ്പോൾ എനിക്ക് മനസ്സിലായി ED ഇപ്പോൾ തുടങ്ങിയൊന്നുമല്ല. യഥാർത്ഥത്തിൽ EDയുടെ ആദ്യത്തെ രൂപം, അതിന് എൻഫോഴ്സ്മെന്റ് യൂണിറ്റ് എന്നാണ് പേര്. അത് ഐക്യ കേരളം രൂപം കൊള്ളുന്ന 1956 ഇന്ത്യയിലുണ്ടായത്. 1956 പേര് എൻഫോഴ്സ്മെന്റ് യൂണിറ്റ് എന്നാണ്. ED ആയിട്ടില്ല, EU ആണ്. 1957 അതിൻ്റെ പേര് മാറ്റി ഇന്നത്തെ നിലയിൽ
എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് EDA ഇപ്പോൾ എത്ര വർഷമായി എന്ന് കണക്ക് കൂട്ടി 1957 ED ആയത്. 2005 യഥാർത്ഥത്തിൽ നിങ്ങളെല്ലാം അറിയുന്നത് പോലെ ഈ ED അതുവരെ ആർക്കും കാര്യമായിട്ട് അറിയില്ല, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ കള്ളപ്പണം ഒക്കെ അത്ര ശക്തിയായിട്ട് ഒരു ഘട്ടത്തിൽ കള്ളപ്പണമല്ല കള്ളക്കടത്തായിരുന്നു. ഇതൊക്കെ രണ്ടും എല്ലാം വ്യത്യാസമാണ്. അത് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടന്ന ചിത്രം നമുക്കറിയാം. എന്നാൽ കള്ളപ്പണം നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി അതിന് പുതിയ ഒരു ആക്ട് രൂപപ്പെടുത്തി. അതിൻ്റെ പേര് PMLA എന്നാണ്. PMLA, കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമമാണ് അതിൻ്റെ പേര്. മലയാളത്തിൽ കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമം. അത് 2005 ചിദംബരമാണ് EDക്ക് ഈ PMLA ചുമതല കൂടി നൽകാൻ തീരുമാനിച്ചു. അങ്ങനെ നൽകാൻ തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞാൽ UPA ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്, കോൺഗ്രസ്സാണ്. ഈ PMLA എന്ന് പറഞ്ഞാൽ കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമം കൂടി കൈകാര്യം ചെയ്യാൻ EDയെ ചുമതലപ്പെടുത്തിയതോടുകൂടിയാണ് യഥാർത്ഥത്തിൽ എന്തായിരുന്നോ ഉദ്ദേശം, ആ ഉദ്ദേശത്തിന് ഘടകവിരുദ്ധമായി രാഷ്ട്രീയ നേതാക്കളെ, പ്രത്യേകിച്ച് പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കളെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഇങ്ങനെയൊരു നിയമം ഞങ്ങളുടെ കാലത്ത് കൊണ്ടുവന്നയാളാരാണെന്ന് ഞാൻ പറഞ്ഞു, ചിദംബരമാണ്. ആ ചിദംബരത്ത് തന്നെ അറസ്റ്റ് ചെയ്തു. പണ്ടാരോ പറഞ്ഞില്ലേ, വാളെടുത്തവൻ വാളാൽ എന്ന് പറഞ്ഞതുപോലെ ചിദംബരമാണ് ഈ നിയമം കൊണ്ടുവന്നത്. എന്നിട്ട് EDയെ ഏൽപ്പിച്ചത് ഈ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം, അതാണ് തടയൽ നിയമം. അത് 2005 EDക്ക് അതിൻ്റെ ഭാഗമായിട്ട് ചുമതല കൂടി കൊടുത്തതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ ചിദംബരത്തെ തന്നെ അറസ്റ്റ് ചെയ്തു. ചിദംബരത്തെ അറസ്റ്റ് ചെയ്തപ്പോൾ ചിദംബരം പിന്നീട് 2024 അദ്ദേഹം ഇത് സംബന്ധിച്ച് ഒരു റിവ്യൂ പോലെ കപിൽ സിബിൽ എന്ന് പറയുന്ന സുപ്രീം കോടതിയുടെ ജഡ്ജിയും കോൺഗ്രസ് നേതാവും, അല്ല ജഡ്ജിയല്ല വക്കീലും കോൺഗ്രസിന്റെ നേതാവുമാണ് കപിൽ സിബിൽ. എല്ലാവർക്കും അറിയുന്ന ഒരു പേരാണ് കപിൽ സിബിൽ. ഇവർ രണ്ടും ചേർന്നിട്ടുള്ളൊരു അഭിമുഖമുണ്ട്. ഗൂഗിളിലൊക്കെ പരിശോധിച്ചാൽ ഇപ്പോഴും കിട്ടും. ആ അഭിമുഖത്തിൽ ചിദംബരം തുറന്നു പറയുകയാണ്, ഈ കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമം EDയുടെ ഭാഗമായിട്ട് കൈകാര്യം ചെയ്യാൻ ഞങ്ങളെന്ന് തീരുമാനിച്ചപ്പോൾ യഥാർത്ഥ ഉന്നം കള്ളപ്പണം വെളുപ്പിക്കുന്നതിനെതിരായിട്ടായിരുന്നു. പക്ഷേ അത് BJPയുടെ കയ്യിൽ കിട്ടിയപ്പോൾ, അപ്പോൾ ഇവർ പോയി, ഈ UPA ഗവൺമെൻറ് മാറി BJP അധികാരത്തിൽ വന്ന് കഴിഞ്ഞ 12 കൊല്ലം പിന്നെ കൈകാര്യം ചെയ്തത് നിങ്ങളെല്ലാം അറിയുന്നത് പോലെ BJP ഗവൺമെൻറ്റാണ്. ആ BJP ഗവൺമെൻറ് എങ്ങനെയാണ് EDയെ ഉപയോഗിച്ചത് എന്നതിനെ പറ്റിയുള്ള അഭിമുഖ സംഭാഷണത്തിൽ ചിദംബരം തന്നെ നിശിതമായി രാഷ്ട്രീയ ഉദ്ദേശം വെച്ചുകൊണ്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്, അപകടകരമായ ദിശയിലേക്കാണ് ഈ BJP ഗവൺമെന്റ് ഈ നിയമത്തിന്റെ പേരിൽ EDയെ ഉപയോഗിച്ച് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞതല്ല, പറഞ്ഞത് ചിദംബരമാണ്. ചിദംബരം വേറെ ആരോടെങ്കിലും പറഞ്ഞതല്ല, ഈ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമവിദഗ്ധനായ കപിൽ സിബിലിനോട് കൃത്യമായിട്ട് വിശദീകരിച്ചതാണ്. അത് നമ്മുടെ മുമ്പിലുണ്ട്. സ്വാഭാവികമായിട്ടും
ഈ കേസിന്റെ ഭാഗമായിട്ടെല്ലാമുള്ള അതിന്റെ വിവിധ നിലപാടുകളെ സൂക്ഷ്മമായിട്ട് നമ്മൾ പരിശോധിക്കണം. പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്ന ചിത്രം എന്താ? ആദ്യം ലക്ഷ്യമാണ്. സാധാരണ കേസ് അന്വേഷിക്കുമ്പോൾ കേസിന്റെ വസ്തുതയല്ലേ അന്വേഷിക്കുക. ഇതല്ല. ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ ലക്ഷ്യം എന്താണ്? ലക്ഷ്യം വേറെ ഒന്നുമല്ല, അവരെ പരമാവധി സമൂഹത്തിന്റെ മുമ്പിൽ ഒറ്റപ്പെടുത്തുക, അവരെ ഒരു പുകമറക്ക് അകത്ത് നിർത്തിയിട്ട് ഇവരെന്തോ വലിയ കൊള്ളക്കാരാണ്, ഇവരാണ് യഥാർത്ഥത്തിൽ രാജ്യത്തിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള സാമ്പത്തിക ഘടനയെയും തകർക്കാൻ ശ്രമിക്കുന്നവർ എന്നൊക്കെയുള്ള പ്രചാരവേല നടത്തിയിട്ട് കള്ളപ്പണം വെളുപ്പിക്കുന്നവരാണിവർ എന്ന പ്രചാരവേല നടത്തി ആദ്യം ലക്ഷ്യമാണ് രാഷ്ട്രീയം. രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കേസ് തുടങ്ങുന്നത്. സാധാരണ കേസിന്റെ വസ്തുതകൾ പരിശോധിച്ച് അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് മറ്റെല്ലാ കാര്യങ്ങളും വരിക. അതില്ല. അതിനുശേഷമാണ് അന്വേഷണം. ലക്ഷ്യം പ്രഖ്യാപിക്കുന്നു. ആ ലക്ഷ്യം പ്രഖ്യാപിച്ചതിന് ശേഷം അന്വേഷണം. നമുക്കറിയാലോ, ഇപ്പോഴേറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും അവസാനം വന്ന വിധി 2026 മെയ് 29 വന്ന വിധിയാണ്. ഇഡിയുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ശ്രദ്ധേയനായ ഒരു പത്രപ്രവർത്തകൻ, നിങ്ങൾക്കെല്ലാം അറിയുന്ന പേരാണ്, പ്രബീർ കുർക്കായസ്ഥ എന്നാണ് അദ്ദേഹം. കുറച്ച് പേര് പറയാൻ കുറച്ച് വിഷമമാണ്. പ്രബീർ കുർക്കായസ്ഥ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹം കൈകാര്യം ചെയ്യുന്നൊരു മാധ്യമമുണ്ട്. അതിന്റെ പേര് ന്യൂസ് ക്ലിക്ക് എന്നാണ്. ന്യൂസ് ക്ലിക്ക് ഭരണകക്ഷിയായ BJPയെ അലോസരപ്പെടുത്തുന്ന രീതിയിൽ വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ ഗവേഷണപരമായ രീതിയിൽ ഒരു പത്രപ്രവർത്തകന്റെ അപ്പുറത്ത് കടന്ന് ഗവേഷണപരമായ രീതിയിൽ അവതരിപ്പിക്കുന്ന ഒന്നായിരുന്നു ഈ ന്യൂസ് ക്ലിക്ക്. ഒരു ദിവസം നിങ്ങൾ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ട്, മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സ്ഥാപനം വളഞ്ഞു, അദ്ദേഹത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരെയും അറസ്റ്റ് ചെയ്തു, അദ്ദേഹത്തെയും അറസ്റ്റ് ചെയ്തു. അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോയി. ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പത്രപ്രവർത്തകനായിട്ടുള്ള പുരസ്കാരിസ്ത എന്ന് പറയുന്ന ആ പത്രപ്രവർത്തകനെ പിടിച്ചുകൊണ്ടുപോയി ജയിലിലടച്ചു. മാസങ്ങളോളം ജയിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ലക്ഷ്യം എന്തായിരുന്നു? ലക്ഷ്യം ഒറ്റക്കാരിയേ ഉള്ളൂ. BJPക്കെതിരായിട്ട് വിമർശനം അതിശക്തമായ രീതിയിൽ വസ്തുതാപരമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഈ പറയുന്ന പ്രബീർ കുർക്കായസ്ഥയെ കൽത്തുറുങ്കിലടക്കണം ലക്ഷ്യം. എന്തിനാണ് അടക്കുന്നത്? നിയമത്തിന്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. എന്ത് കള്ളപ്പണമാണ് വെളുപ്പിച്ചത്? ന്യൂസ് ക്ലിക്കിന്റെ ഭാഗമായിട്ട് എന്ത് തെളിവാണ് നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്നത്? അദ്ദേഹത്തെ നിങ്ങൾ ജയിലിലടച്ചല്ലോ. ജയിലിലടച്ചതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും തെളിവ് നിങ്ങൾക്ക് ഹാജരാക്കാനായോ? എല്ലാം വിശദീകരിക്കാൻ സമയമില്ല എന്നുള്ളതുകൊണ്ട് സന്ധ്യ ആകുന്നതിന് മുമ്പ് നമുക്കിത് അവസാനിപ്പിക്കാം. ഒറ്റ കാര്യം ഞാൻ പറഞ്ഞു. 2026 മെയ് 29 ഡൽഹി ഹൈക്കോടതി ഈ കേസിന്റെ അവസാന വിധി പ്രഖ്യാപിച്ചു. ആ വിധിയിൽ പറഞ്ഞത്, ദീർഘകാലം ഇതുപോലുള്ള പത്രപ്രവർത്തകരെയോ ആളുകളെയോ കൽത്തുറുങ്കിൽ വെക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്ത് തെളിവാണുള്ളത് എന്ന് ചോദിച്ചപ്പോൾ ഒരു തെളിവും ഉണ്ടായിരുന്നില്ല. ആ കേസ് അവസാനിപ്പിച്ചു ഹൈക്കോടതി. ഒരു തെളിവും ഉണ്ടായിരുന്നില്ല. വെറുതെ പിടിച്ചുകൊണ്ട് പോയിട്ട് ജയിലിൽ വെക്കുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുകമറ സൃഷ്ടിക്കുക. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്രപ്രവർത്തകനെ, അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണമായിട്ടുള്ള ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച ന്യൂസ് ക്ലിക്കിനെ അവസാനിപ്പിക്കാനുള്ള ശ്രമമാണ്. പക്ഷേ ഹൈക്കോടതി പറഞ്ഞു, ഡൽഹി ഹൈക്കോടതി പറഞ്ഞു, തികച്ചും തെറ്റായ നിലയിലാണ് ഇത്, കേസ് അർഹിക്കുന്നില്ല, ഈ കേസ് പൂർണ്ണമായിട്ട് അവസാനിപ്പിച്ചു. ED എടുക്കുന്ന കേസിന്റെ ഒരു നിലയാണ് ഇതൊരു ഭാഗം. ഇതേപോലെ തന്നെ കേസെടുത്ത നിരവധി കേസുകളുണ്ട്. ഇവിടെ ഞാൻ വരുമ്പോൾ സ്വാഗതപ്രാസംഗികം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അരവിന്ദ് കെജ്രിവാളിനെ പറ്റിയാണ്. മുഖ്യമന്ത്രിയായിരുന്നു അരവിന്ദ് കെജ്രിവാൾ ഡൽഹി. അപ്പോഴാണ് പിടിച്ചത്. എന്താണ്?
ഒരു മദ്യനയവുമായി ബന്ധപ്പെട്ട് എന്തോ വലിയ രീതിയിൽ അഴിമതി നടത്തിയിരിക്കുന്നു, പ്രത്യേകിച്ച് കള്ളപ്പണം വെളുപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് നിരവധി ആളുകളെ പിടിച്ചത്. കെജ്രിവാളിന്റെ പേര് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, മുഖ്യമന്ത്രി ആയതുകൊണ്ട്. അദ്ദേഹത്തെ 113 ദിവസമാണ് ജയിലിൽ കിടത്തിയത്. 113 ദിവസം ജയിലിൽ കിടത്തി. ആ ജയിലിൽ കിടന്നതിന് ശേഷം ഹൈക്കോടതി തന്നെ കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ട് പറഞ്ഞു, ഇദ്ദേഹത്തിനെതിരായ ഒരു തെളിവുമില്ല, ഒരു കാര്യമില്ല, ഈ കേസ് അവസാനിപ്പിക്കുന്നു. ആ കേസും അവസാനിപ്പിച്ചു. ഇപ്പൊ കെജ്രിവാളിന്റെ കേസ് എവിടെയാ പോയേ? കെജ്രിവാളിനെതിരായിട്ട് നിങ്ങളെടുത്ത കേസ് എവിടെ? ഇഡിക്കാരോട് തന്നെയാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഒരു തരത്തിലുള്ള തെളിവുമില്ല, അവസാനം വെറുതെ വിട്ടു, ആ കേസ് അവസാനിപ്പിച്ചു. ഇത് ഞാൻ പറഞ്ഞത് കേസിൽപ്പെട്ട് യാതൊരു തെളിവുമില്ലാതെ കേസ് അവസാനിപ്പിച്ച ഒരു ചിത്രമാണ്. ഇനി ഇതിന്റെ ഒരു മറുഭാഗമുണ്ട്. ആ മറുഭാഗം എന്താ? ബിജെപിക്കാരാണെങ്കിൽ അവർക്ക് കേസില്ല. ഇഡി കൈകാര്യം ചെയ്ത കേസിന്റെ പൊതുചിത്രം ഞാൻ പരിശോധിച്ചു നോക്കിയപ്പോൾ 95% പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്കെതിരായിട്ടാണ്. ഒരേറ്റ ബിജെപിക്കാരനെതിരായിട്ടുമില്ല. ബിജെപിക്കാരനെതിരായിട്ട് കള്ളപ്പണം വെളുപ്പിക്കാനുള്ള പ്രക്രിയ നടത്താത്തവരാണ് അവർ എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഇപ്പോഴേറ്റവും അവസാനമായി PC ജോർജ് പറഞ്ഞല്ലോ. PC ജോർജ് പറഞ്ഞെന്താ? എന്റെ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ബിജെപിക്കാർ തയ്യാറാക്കിയ കണക്ക് 4.5 കോടി ഉറുപ്പിയുടെ ചെലവാണ്. 4.5 കോടി. പരമാവധി ഉപയോഗിക്കാൻ കഴിയുന്നതിന്റെ എത്രയോ ഇരട്ടി പണം ഉപയോഗിച്ചിരിക്കുന്നു. ആ കണക്ക് ഞാൻ വായിച്ചപ്പോൾ ചിരിച്ചുപോയി. ഓരോന്നിന്റെയും പെരുപ്പിച്ച കണക്കായിരുന്നു. 4.5 കോടിയാണ് ഇവിടെ ചെലവാക്കിയത് എന്ന് അദ്ദേഹം പറയാണ്. പിന്നീട് BJP നേതൃത്വം ഇടപെട്ടിട്ട് അദ്ദേഹത്തെ വായ മൂടിക്കെട്ടി. എന്നിട്ടത് തിരുത്തി, അല്ലെങ്കിൽ പറയുന്നത് വ്യത്യസ്തമായിട്ട് പറഞ്ഞു. ഇതൊരു ഭാഗം. കേസുണ്ടോ ഇഡിയുടെ പോയെ? ഇവിടെ ഈ 4.5 കോടി എന്ന് പറയുന്നത് കള്ളപ്പണല്ലേ? അത് വെള്ളപ്പണമായിട്ടല്ലേ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് BJP? ഇതേതെങ്കിലും ഒരു നിയോജക മണ്ഡലത്തിലാണോ? കേരളത്തിലെ നിയോജക മണ്ഡലങ്ങളിൽ അവർ A ക്ലാസ് എന്ന് രേഖപ്പെടുത്തിയ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും 4-5 കോടി ഉറുപ്പികയല്ലേ ചെലവാക്കാൻ വേണ്ടിയിട്ട് കൊടുത്തത്? കള്ളപ്പണം അല്ലാണ്ട് വെള്ളപ്പണമല്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് കൃത്യമായിട്ടുള്ള വിവരം പുറത്തു വന്നല്ലോ. ഈ തെരഞ്ഞെടുപ്പല്ല ഞാൻ പറയുന്നത്, അതിനു മുമ്പ് ആ പുറത്തു വന്ന വിവരം നിങ്ങൾക്കെല്ലാം അറിയാം. തരൂർ സതീശൻ എന്ന് പറയുന്ന ഓഫീസ് സെക്രട്ടറി, വേറെ ആരുമല്ല കേട്ടോ, BJPയുടെ ജില്ലാ കമ്മിറ്റിയുടെ ഓഫീസ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്ന തിരൂർ സതീശൻ പറഞ്ഞു, ചാക്ക് കെട്ടിയിട്ടാണ് പണം കൊണ്ടുവന്നത്. എത്ര? 15 കോടി. 15 കോടി ഉറുപ്പിക BJPയുടെ ഓഫീസിൽ ചാക്ക് കെട്ടി കൊണ്ടുവന്നു എന്നാണ്. ഞാനത് എടുത്തുകൊണ്ടുവന്നിട്ട് അവിടെ നിർത്തി കൊടുത്തു. എന്നിട്ട് പലരും കൊണ്ടുപോയി. കള്ളപ്പണല്ലേ? വല്ല നിയമവും അടിസ്ഥാനപ്പെടുത്തിയുള്ള നിലപാടെടുത്തോ BJPക്കെതിരായിട്ട്? ഞങ്ങളെല്ലാം പറഞ്ഞല്ലോ, ഇതുപോലുള്ള സംഭവ പരമ്പരകളാണ്. അതിശക്തിയായ രീതിയിൽ ഇടപെട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും നിലപാട് സ്വീകരിച്ചോ? അതേ ഓഫീസിലാണ് ഇപ്രാവശ്യം 25 കോടി ഇടപാട് നടന്നത്. 25 കോടി. നേരത്തെ പറഞ്ഞ ഓഫീസ് സെക്രട്ടറിയെ പുറത്താക്കി. അദ്ദേഹം പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു, അദ്ദേഹത്തെ ചോദ്യം ചെയ്തോ? ഞാൻ ചോദിക്കുകയാണ്, ED എന്ന് പറയുന്ന ഈ വിഭാഗം വലിയ സത്യസന്ധന്മാരായി ആളുകളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണല്ലോ ഇപ്പോ പത്രക്കുറിപ്പ് ഇറക്കിയിട്ട്. ഞാൻ അവരോട് ചോദിക്കുകയാണ്, ഈ EDക്കാരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ട് സതീശനെ ചോദ്യം ചെയ്തില്ല? 15 കോടി ഉറുപ്പിക എന്റെ കൺമുമ്പിലൂടെ ചാക്ക് കെട്ടിയിട്ട് ഇവിടെ കൊണ്ടുവരികയും പല സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു എന്ന് കൃത്യമായിട്ട് പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞ ഒരു ഓഫീസ് സെക്രട്ടറി, BJPയുടെ ഓഫീസ് സെക്രട്ടറിയെ എന്തുകൊണ്ട് ചോദ്യം ചെയ്തില്ല ഇന്നേവരെ? ഇതാണ് ED. ഇപ്രാവശ്യത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് വീണ്ടും പറഞ്ഞു 25 കോടി. അതും ഓഫീസ് സെക്രട്ടറി തന്നെ. ആ ഓഫീസ് സെക്രട്ടറിയെ പുറത്താക്കി. ആ ഓഫീസ് സെക്രട്ടറി പത്രസമ്മേളനം വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ മൺമുമ്പിലൂടെയാണ് ഈ 25 കോടി ഉറുപ്പിക കൈമാറ്റം ചെയ്യപ്പെട്ടത്.
എന്തേ ചോദ്യം ചെയ്യാത്തത് ഇ ഡി? ഇനിയിപ്പോൾ ഇതെല്ലാം പുറത്തുള്ള കേസിന്റെ ഭാഗമായിട്ട് പറഞ്ഞതാണ്. ഇനി കോടതിയുടെ ഭാഗമായിട്ട് വന്ന കേസ് പറയാം. ഇതിന് തൊട്ട് മുമ്പ് ഒരു കുഴൽപ്പണ കേസ്, കുഴൽപ്പണം എന്ന് പറഞ്ഞാൽ ഇത് തന്നെ, അവിടുന്ന് ഇങ്ങോട്ടേക്ക് അയക്കുക, ഇവിടെ പണമായിട്ട് മാറിക്കൊടുക്കുക വിദേശത്ത് നിന്ന്. അത് 3.5 കോടി ഉറുപ്പിയുടേതാണ്. 3.5 കോടി ഉറുപ്പിക പോലീസ് പിടിച്ചു, കേസായി. ഹൈക്കോടതി ഇ ഡിയോട് പറഞ്ഞു അന്വേഷിക്കാൻ. ഇ ഡിയോട് ഹൈക്കോടതി അന്വേഷിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഹൈക്കോടതി പറഞ്ഞത് അംഗീകരിച്ചുകൊണ്ട് അന്വേഷിക്കാൻ ഇ ഡി തയ്യാറായില്ല. 3.5 കോടി ഉറുപ്പിയുടെ കുഴൽപ്പണം, കൊടകര, പ്രസിദ്ധമായ കൊടകര കേസ്, അതാണ് കുഴൽപ്പണ കേസ്, കൊടകരയിലെ കുഴൽപ്പണ കേസ്. അന്വേഷിച്ചോ ഇ ഡി? അന്വേഷിച്ചില്ല. നിങ്ങൾ പിന്നെ ആരെയാണ് അന്വേഷിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരാണ് നിങ്ങൾ കേസ് ചാർജ് ചെയ്ത കഴിഞ്ഞ 12 കൊല്ലക്കാലത്തിന്റെ ചിത്രത്തിൽ 95% കേസ്. 95% കേസ്. നിങ്ങൾക്കറിയാം, ആ കേസിന്റെ ഒരു ചിത്രം പരിശോധിച്ച് നോക്കിയാൽ നമ്പർ തന്നെ എടുത്ത് പരിശോധിക്കണം, എന്നാലേ അതിന്റെ കൃത്യമായ കണക്ക് നമുക്ക് പറയാൻ സാധിക്കൂ. ഇതേവരെയുള്ള കണക്ക് ഞാൻ ഓരോന്നോരോന്നായിട്ട് പരിശോധിച്ചു. അപ്പോൾ പരിശോധിച്ചപ്പോൾ കിട്ടിയിട്ടുള്ള കണക്ക്, ഇ ഡി ആകെ ചാർജ് ചെയ്തു എന്ന് പറഞ്ഞാൽ അന്വേഷണം നടത്തി എന്ന് പറയുന്ന കേസിന്റെ കണക്ക് ഇപ്പോഴും പുറത്തു വന്നിട്ടുള്ളത് 8,000 കേസാണ് മൊത്തം വന്നത്. ഈ 12 കൊല്ലക്കാലത്തിന്റെ ഇടയിൽ വന്ന കേസിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ആ കേസ് ഏതാണ്ട് 5,900 കേസാണ്. 5,900-ഓളം കേസാണ് അതിന്റെ ഭാഗമായിട്ട് ഉള്ളത്. എന്നിട്ട് 7,450 റെയ്ഡ് നടന്നു. 7,450 റെയ്ഡ് നടന്നു. അപ്പോൾ ആരെയും കയറി പിടിക്കുന്നതാണല്ലോ റെയ്ഡിന്റെ ഒരു കാര്യം. കുറ്റപത്രം സമർപ്പിച്ചത് ഇതെല്ലാം 10-15 കൊല്ലമൊക്കെ ഇങ്ങനെ നീണ്ടു പോവുകയാണ്. അവർക്കൊരു പുകമറ സൃഷ്ടിക്കുകയേ വേണ്ടൂ. നമ്മുടെ പാർട്ടി നേതാക്കന്മാർ, പ്രവർത്തകർ, പ്രതിപക്ഷ നേതാക്കന്മാർ, ഇവരെല്ലാം ഈ രീതിയിൽ എന്തോ വലിയ കള്ളപ്പണം വെളുപ്പിച്ചവരാണ് എന്ന് പറഞ്ഞു നിർത്തിയേ വേണ്ടൂ. കേസിന്റെ കാര്യം എന്തെന്ന് അവർ നോക്കുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്, റെയ്ഡ് നടന്നത് 7,450. കുറ്റപത്രം കോടതിയിൽ കൊടുത്തത് 9%. 5,900 കേസിന്റെ കുറ്റപത്രം കൊടുത്തത് ഞാൻ ഈ പറഞ്ഞ 9%. ശിക്ഷിച്ച കേസിന്റെ എണ്ണം 25. ശിക്ഷിച്ച കേസിന്റെ എണ്ണം 25 എന്ന് പറഞ്ഞാൽ 0.5%. ഇതാണ് ഇ ഡിയുടെ ഒരു ചരിത്രം കൃത്യമായിട്ട് പരിശോധിച്ചാൽ 12 കൊല്ലം. അപ്പൊ ഇ ഡിക്ക് താല്പര്യമുള്ള കേസ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനങ്ങളുടെ മധ്യത്തിൽ അവഹേളിക്കുന്നതിന് വേണ്ടി, അവരെ കൽത്തുറുങ്കിലടക്കുന്നതിന് വേണ്ടി ഒരു പുകമറയായിട്ട് അവർ ഉപയോഗിക്കുകയാണ്. ആ കേസിന് ഭാവി എന്ത് എന്ന് ചോദിക്കുമ്പോൾ 25 ആളെയാണ് ശിക്ഷ, 25 കേസിലാണ് ശിക്ഷ. ആ ശിക്ഷയുടെ തന്നെ ഭാഗമായിട്ട് പരിശോധിച്ച് നോക്കിയാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് 9% മാത്രമാണ്. 0.5% റിസൾട്ട്. 25 ആളും കുറ്റപത്രം കൊടുത്തത് 9%. എത്രയിൽ? ഞാൻ ഈ പറഞ്ഞ 5,900 കേസ്. ഇതല്ലേ നിങ്ങളുടെ ഇ ഡിയുടെ ഒരു നിലപാട്? ഇനി വേറൊരു ചിത്രം പറയാം. കോൺഗ്രസ് ആകുക, തൃണമൂൽ കോൺഗ്രസ് ആകുക, RJD ആകുക, NCP ആകുക, ഏതെങ്കിലും പ്രതിപക്ഷ പാർട്ടി ആകുക, കോൺഗ്രസ് ഉൾപ്പെടെ, അവരെയെല്ലാം ഞാൻ ഈ പറഞ്ഞ പോലെ കേസിൽ ഉൾപ്പെടുത്തുക. ഈ കേസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരുണ്ട്. ഇന്നത്തെ മുഖ്യമന്ത്രിമാരായ 3 ആളുണ്ട്. മുഖ്യമന്ത്രിമാരായ 3 ആള് നിങ്ങൾക്കെല്ലാം അറിയുന്നതാണ്. അവരാരും BJP ആയിരുന്നില്ല. അവരാരും BJPക്കാരായിട്ട് മത്സരിച്ച് ഇപ്പോൾ ജയിച്ചിട്ടുണ്ട്. മുമ്പ് അവരായിരുന്നില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരാള് ഇപ്പോഴത്തെ ആസാം മുഖ്യമന്ത്രിയാണ്. ആസാം മുഖ്യമന്ത്രി ആരായിരുന്നു? കോൺഗ്രസ് ആയിരുന്നു. ആസാം മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഇതേപോലെ തന്നെ നിലപാട് വന്നു. അതിന്റെ ഭാഗമായി ഹിമന്ത ബിശ്വാസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്.
ശാരദ ചിറ്റി ഫണ്ട് കേസാണ് അദ്ദേഹത്തിന്റെ മേലെ ചുമത്തിയത്. പക്ഷെ അയാളത് കാര്യം അയാൾ മാത്രമല്ല, അയാളെ ഭാര്യയെയും പിടിച്ചു. അതായത് ഇപ്പോഴത്തെ ആസാം മുഖ്യമന്ത്രിയായിട്ടുള്ള ഹിമന്ത ബിശ്വ ശർമ്മ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും രണ്ടാളെയും ശാരദാ ചിറ്റി ഫണ്ടിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യുമെന്ന അവസ്ഥ വന്നു. ചോദ്യം ചെയ്യാൻ വിളിച്ചു. ഒറ്റ കാര്യമുള്ളൂ, ചോദ്യം ചെയ്യാൻ വിളിച്ച് ശാരദാ ചിറ്റി ഫണ്ടിന്റെ കേസ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ ഹിമന്ത ബിശ്വ ശർമ്മ കാലുമാറി BJP ആയി. അപ്പോൾ പിന്നെ ശാരദ ഇല്ല, അതുപോലെ തന്നെ ചിറ്റിയുമില്ല, ഫണ്ടുമില്ല, കള്ളപ്പണം വെളുപ്പിക്കലുമില്ല, കേസുമില്ല. ഇതാണ് ഇഡിയുടെ രാഷ്ട്രീയം പറയാനാണ് ഞാനിവിടെ തീരുമാനിച്ചത്. ഇനി ബംഗാൾ മുഖ്യമന്ത്രി എടുക്കാം. ഇപ്പോഴത്തെ ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി, എല്ലാവർക്കും അറിയുന്നൊരു പേരാണ്. അദ്ദേഹത്തിന്റെ അതും വേറൊരു തട്ടിപ്പ് കേസാണ്. അത് നേരത്തെ എന്താ ശാരദാ ചിറ്റിയാണെങ്കിൽ ഇത് നാരദിയാണ്. നാരദ ചിറ്റി എല്ലാം അടുത്തടുത്ത് ബന്ധമുണ്ട്. ആസാമും ബംഗാളുമാണല്ലോ. അദ്ദേഹം ആദ്യം കോൺഗ്രസ് ആയിരുന്നു, പിന്നീട് തൃണമൂൽ കോൺഗ്രസ് ആയി. ആ തൃണമൂൽ കോൺഗ്രസ് ആയിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിനെതിരായിട്ട് ഈ പറയുന്ന കേസ് വന്നത്. ആ കേസ് നാരദ ലക്ഷക്കണക്കിന് ഉറുപ്പിയുടെ, കോടിക്കണക്കിന് ഉറുപ്പിയുടെ തിരുമറിയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അത് 2014 2014 കേസ് 2017 ED അന്വേഷിക്കാൻ തുടങ്ങി. ED വന്നു. 17 കഴിഞ്ഞിട്ട് 2020 ആകുമ്പോൾ ഇദ്ദേഹം BJP ചേർന്നു. ഞാനീ പറഞ്ഞ ഇപ്പോഴത്തെ BJP മുഖ്യമന്ത്രിയായിട്ടുള്ള നേതാവ് തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് സുവേന്ദു അധികാരി BJPയിൽ ചേർന്നു. അതോടുകൂടി നാരദ ഇല്ല. കോടിക്കണക്കിന് ഉറുപ്പിയുടെ വലിയ അഴിമതി അത് കൃത്യമായിട്ട് കണ്ടിട്ടുണ്ട്. നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് എന്നെല്ലാം പറയുന്ന പോലെ അവരെ കണ്ടുപിടിച്ചിട്ടുണ്ട് കണ്ണടയിൽ വെച്ചിട്ട്. അതിന്റെ തെളിവുമില്ല, ആ കേസുമില്ല. എന്തേ ഉണ്ടായത്? ED കേസ് പിന്നെ ആരും കണ്ടിട്ടില്ല. അദ്ദേഹം BJP ആയി. ഇപ്പൊ BJP മുഖ്യമന്ത്രിയായി. ഇനി വേറൊരു മുഖ്യമന്ത്രി ഇപ്പോഴെ തന്നെയുണ്ട്. അദ്ദേഹം പക്ഷേ അങ്ങനെ കാലുമാറാൻ കൂട്ടാക്കിയിട്ടില്ല. അതാണ് കർണാടക മുഖ്യമന്ത്രി ശിവകുമാർ. അദ്ദേഹത്തെയും ജയിലിൽ കിടത്തിയിട്ടുണ്ട്. നിരവധി ദിവസം അദ്ദേഹം തിഹാർ ജയിലിലാണ് കിടന്നത്, ഡൽഹിയിൽ. ഇങ്ങനെ രാഷ്ട്രീയ എതിരാളികൾക്കെതിരായിട്ട് കേസ് വന്നാൽ, കാലുമാറിയാൽ പിന്നെ കേസില്ല. കാലുമാറിയില്ലെങ്കിൽ ദിവസങ്ങളോളം ജയിലിൽ കിടന്ന് ഹൈക്കോടതിയുടെയോ സുപ്രീം കോടതിയുടെ വിധിയോടെ പുറത്തു വരേണ്ടുന്നതാണ് കാര്യം. അടിസ്ഥാനരഹിതമാണ് ഈ കേസ് എന്ന് പ്രഖ്യാപിക്കുന്ന നിലവിലാണ് കോടതികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പേരിൽ കേസുണ്ടല്ലോ, സോണിയാഗാന്ധിയുടെ പേരിൽ കേസുണ്ടല്ലോ, നിരവധി പ്രതിപക്ഷ നേതാക്കന്മാരുടെ പേരിൽ കേസുണ്ടല്ലോ. ആ കേസെല്ലാം എന്തുകൊണ്ടാണ്? അവർ കീഴടങ്ങാൻ തയ്യാറില്ല. BJPക്ക് കീഴടങ്ങാൻ തയ്യാറായാൽ അന്ന് കേസ് അവസാനിക്കും. അതാണ് ED. അതുകൊണ്ടാണ് ഞാൻ ആദ്യം മുതലേ പറഞ്ഞത്, ഇതിന്റെ ലക്ഷ്യം ആദ്യം കാണണം. അത് രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം വെച്ചുകൊണ്ട് തെളിവുണ്ടാക്കുക എന്നുള്ള പണിയാണ് പിന്നത്തെ പണി. തെളിവടിസ്ഥാനപ്പെടുത്തിയിട്ട് കൈകാര്യം ചെയ്യലല്ല, ലക്ഷ്യം വെച്ചുകൊണ്ട് തെളിവുണ്ടാക്കലാണ്. ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു ചിത്രം. സ്വാഭാവികമായി ഇത്രയും കാര്യങ്ങൾ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് ഞാൻ വിശദീകരിച്ചത് സത്യസന്ധമായ ഒരു ഏജൻസി എന്ന രീതിയിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ആശ്രയിക്കാവുന്ന ഒന്നല്ല ചിദംബരം പറഞ്ഞതുപോലെ ഇപ്പോഴുള്ള ED എന്ന് സമർത്ഥിക്കാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. പക്ഷപാതപരമായ രാഷ്ട്രീയമായ നിലപാടാണ് അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇവിടെ കേരളത്തിലേക്ക് വരുമ്പോൾ
കേരളത്തിലെ പ്രധാനപ്പെട്ട പാർട്ടി എന്ന് പറയുന്നത് CPIM ആണ്, ഇടതുപക്ഷ പാർട്ടിയുടെ പട്ടികയിൽ. CPIMന്റെ ഭാഗമായിട്ട് ED കടന്നു വന്നത്, പണ്ടേ ED ഉണ്ട്, ചോദ്യം ചെയ്യുന്നുണ്ട്, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് പറയുന്നുണ്ട്. വീണയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അവരിത് തുടങ്ങിയത്. ഇവിടെ പറഞ്ഞതുപോലെ ആ ലിസ്റ്റിൽ വീണയോടൊപ്പമുള്ള അന്ന് പ്രതിപക്ഷത്തുണ്ടായിരുന്നവർ ഉൾപ്പെടെ, പിന്നീട് ഇപ്പോൾ ഭരണപക്ഷത്തിന്റെ ഭാഗമേൽക്കുന്ന അവർക്ക് ആർക്കും എതിരെ ഒരു കേസും ഇല്ല കേട്ടോ. ആ പേരെല്ലാം ഇവിടെ പറഞ്ഞല്ലോ, ഞാൻ ഇനി വീണ്ടും ആവർത്തിക്കുന്നില്ല. വീണക്ക് നേരെ കേസ് 1.7 കോടി രൂപയുടെ കേസാണ് എക്സലോജിക്കുമായി ബന്ധപ്പെട്ട് വന്നത്. ഞങ്ങളുടെ പാർട്ടി ഒരു കാര്യം തീരുമാനിച്ചു. എക്സലോജിക്കുമായിട്ട് ബന്ധപ്പെട്ട് വന്ന വീണ അതിന്റെ നേതൃത്വത്തിലുള്ള ഒരു കേസ്, അത് സാധാരണ കമ്പനി എന്ന രീതിയിൽ ആ കേസ് നടത്തട്ടെ, നിയമപരമായ രീതിയിൽ അത് കൈകാര്യം ചെയ്യപ്പെടട്ടെ, ഞങ്ങൾക്ക് ആർക്കും ഒരു തർക്കമില്ല. എന്നാൽ വീണക്ക് നേരെ ഈ കേസുമായി ബന്ധപ്പെട്ട് കൈകാര്യം ചെയ്യാനല്ല ED ശ്രമിച്ചത്. ED മാത്രമല്ല, മാധ്യമങ്ങളും ശ്രമിച്ചത്. എല്ലാ സന്ദർഭത്തിലും വീണയെ പറ്റി പരിചയപ്പെടുത്തുമ്പോൾ ആദ്യം പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ, ഇപ്പോഴും പറയുന്നത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ എന്നാണ്. ഞങ്ങളൊരു കാര്യം CPIM വളരെ വ്യക്തതയോടുകൂടി തന്നെ അന്നേ പറഞ്ഞു. വീണയുമായി ബന്ധപ്പെട്ട കമ്പനിയുടെ കാര്യത്തിൽ കൃത്യമായ തെളിവടിസ്ഥാനപ്പെടുത്തി നിയമത്തെ അടിസ്ഥാനപ്പെടുത്തി നിലപാടുകൾ സ്വീകരിച്ചു. പക്ഷേ അതിന്റെ പേരിൽ CPIMന്റെ പോളിറ്റ് ബ്യൂറോ അംഗവും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും, അന്നേ പറഞ്ഞത് അന്നത്തെ മുഖ്യമന്ത്രി എന്ന രീതിയിലാണ്, ഇപ്പോൾ ഞങ്ങൾ പറയുന്നത് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിലാണ്, സഖാവ് പിണറായി വിജയനെതിരായിട്ട് ഈ കേസ് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ കളി നടത്തുന്നത് രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തെയാണ് ഞങ്ങൾ അന്നും ഇന്നും എതിർക്കുന്നത്, ഇനിയും എതിർക്കും. ശക്തിയായ രീതിയിൽ ഞങ്ങൾ എതിർക്കും. അതുകൊണ്ടാണ് സഖാവ് പിണറായി പറഞ്ഞത് എന്റെ കൈ ശുദ്ധമാണ്. പത്രസമ്മേളനത്തിൽ പരസ്യമായിട്ട് പറഞ്ഞല്ലോ മിനിഞ്ഞാന്ന്, ഒന്നും എനിക്ക് മറച്ചു വെക്കാനില്ല, എല്ലാ പകൽ വെളിച്ചം പോലെ നിങ്ങൾക്ക് മനസ്സിലാക്കാനാവുന്നതാണ്. ഇവിടെ ED നടത്തിക്കൊണ്ടിരിക്കുന്നത് വിചിത്രമായ ഒരു നിലപാടാണ്. ആ വിചിത്രമായ നിലപാട് എന്ന് പറയുന്നത് പത്രക്കുറിപ്പാണ്. അന്വേഷണം നടത്തുക, യാതൊരു കാമ്പില്ലാത്ത, ഒന്നും തന്നെ ഇല്ലാത്ത, ഒരു തെളിവുമില്ലാത്ത കാര്യങ്ങളെ വക്രീകരിച്ച് വിശദീകരിച്ച് എന്തോ വലിയ തെളിവ് കിട്ടിയിട്ടുണ്ട് എന്ന രീതിയിൽ പ്രചരിപ്പിക്കുക, വാർത്ത കുറിപ്പിറക്കുക, ഇത് വിചിത്രമാണ് എന്ന് സഖാവ് പിണറായി വിജയൻ പറഞ്ഞു. സാധാരണ സംഭവിക്കുന്നതല്ല. കേസിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ അവസാനം തീരുമാനിക്കുന്നത് കോടതിയാണ്. അന്വേഷിക്കുന്ന ഓരോ കാര്യവും ഇങ്ങനെ പത്രസമ്മേളനം വിളിച്ചു പറയുന്നത് രാഷ്ട്രീയമാണ്. അപ്പൊ ED രാഷ്ട്രീയമായ ഉന്നം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ടാണ് വിചിത്രമാണ് എന്ന് പറഞ്ഞത്. വിചിത്രമാണ് എന്ന് പത്രസമ്മേളനത്തിൽ സഖാവ് പിണറായി പറഞ്ഞ ഉടനെ തന്നെ വീണ്ടും പത്രക്കുറിപ്പ്, ഇത് വിചിത്രമല്ല. പിന്നെന്താ? EDക്കാരാണ് ഇതുപോലുള്ള കാര്യങ്ങൾ പറയാൻ അനുവാദം നൽകിയത്? ഏത് നിയമം അനുസരിച്ച? ഒരു വിധി പോലെ ഞങ്ങളിതാ കണ്ടെത്തിയിരിക്കുന്നു. നിങ്ങളാരാ കണ്ടെത്താൻ? നിങ്ങൾ തെളിവുകൾ കോടതിയുടെ മുമ്പിലാണ് കൊടുക്കേണ്ടത്. നിങ്ങൾ കണ്ടെത്തിയതല്ല അവസാന വാക്ക്. നിങ്ങൾക്കൊന്നും കണ്ടെത്താനായിട്ടില്ല. മെയ് 27-ാം തീയതി സഖാവ് പിണറായിയുടെ സ്വന്തം വീട്ടിലും അതുപോലെ തന്നെ വാടക വീട്ടിലും പരിശോധിച്ചപ്പോഴും നിങ്ങൾ ഒന്നും കണ്ടെത്തിയിട്ടില്ല. ഒന്നും കണ്ടെത്തിയില്ല എന്നാണ് നിങ്ങൾ അന്ന് പറഞ്ഞത്. അന്ന് റിയാസിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയിരുന്നു, ഒന്നും കണ്ടെത്തിയിട്ടില്ല. നിങ്ങൾക്കൊന്നും കണ്ടെത്താനുണ്ടായിരുന്നില്ല. എക്സലോജിക് കേസിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഒരു കാര്യവും മുന്നോട്ടേക്ക് നയിക്കാൻ കഴിഞ്ഞില്ല. ED പരമദയനീയമായ ചിത്രം. ആ പരമദയനീയതയിൽ നിന്ന് എങ്ങനെയാണ് കരകയറേണ്ടത് എന്നതിന്റെ ഭാഗമായിട്ടാണ് അഡീഷണലായിട്ട് പുതിയ ചിത്രത്തിലേക്ക് നിങ്ങൾ വരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നിഖിലിന്റെ വീട്, നന്ദുവിന്റെ വീട്, മുഹമ്മദ് റിയാസുമായിട്ട് പരിചയമുള്ള സുഹൃത്തുക്കളുടെ ഇവരെ ഉൾപ്പെടെ 9 ആളുടെ വീട് നിങ്ങൾ റെയ്ഡ് ചെയ്തു. എന്താ നിങ്ങൾക്ക് കിട്ടിയത്? നിങ്ങൾ പത്രക്കുറിപ്പ് ഇറക്കിയിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് കിട്ടി. എന്ത് കിട്ടി?
സംശയം ഉണ്ടാക്കുന്ന രീതിയിൽ വാർത്താക്കുറിപ്പിൽ കൊടുക്കുന്നതിന്റെ അപ്പുറത്ത് നിങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല. ഒരു വസ്തു നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, നിന്റെ കാലടിച്ച് മുറിച്ചു കളയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. റീഡ് ചെയ്യുമ്പോ നിന്റെ മോളെ കല്യാണം നടത്തൂല എന്ന് പറഞ്ഞ അനുഭവമുണ്ട്. നിന്നെ പുറത്തിറങ്ങാൻ അനുവദിക്കില്ല, ഇപ്പൊ കേസെടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്, ഭയപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ ഭയപ്പെടുത്തലുണ്ടായാലും അതൊന്നും നിന്നു പോകുന്നതല്ല കേരളത്തിന്റെ ഒരു അവസ്ഥ. അതുകൊണ്ട് ഒരു കാര്യവും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല, ഒരു വസ്തുതയും നിങ്ങളുടെ മുമ്പിലില്ല. കള്ളപ്രചരണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ നിങ്ങൾ തന്നെ പടച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു പുത്തൻ തെളിവ് എന്ന് പറയുന്ന ഹവാല നിങ്ങൾ ഉണ്ടാക്കിയതാണ് ED. അതുകൊണ്ട് കേസ് വരട്ടെ, ഞങ്ങൾക്കതിലൊന്നും ഒരു ഭയവുമില്ല. അതിന്റെ കമ്പനി എന്ന രീതിയിൽ അത് അവർ കൈകാര്യം ചെയ്യും. ഞങ്ങൾ CPIM അതിൽ ഇടപെടുന്ന പ്രശ്നമില്ല, അത് നടക്കട്ടെ. പക്ഷേ ഇപ്പോഴും പിണറായി മാത്രമല്ല, CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ മന്ത്രിയും MLAയുമായ മുഹമ്മദ് റിയാസിനെ വീണയുടെ ഭർത്താവ് എന്ന രീതിയിൽ ഇതിന്റെ ഭാഗവാക്കാക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. ആ ശ്രമത്തെയും ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് നേരിടും. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇവരെല്ലാം നിങ്ങൾക്ക് അങ്ങോട്ട് വിട്ടുതരുമെന്നുള്ള തെറ്റിദ്ധാരണ നിങ്ങൾക്ക് വേണ്ട. നിഖിലിന്റെ കാര്യത്തിലും CPIMന്റെ ഈ കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ, യുവജന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകൻ ജയിലില്, അതുപോലെ തന്നെ അടി എല്ലാം സഹിച്ച് മുമ്പോട്ടേക്ക് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ ജില്ല അറിയുന്ന, ഈ നാട് പൂർണ്ണമായിട്ട് അറിയുന്ന നിഖിലിനെതിരായി നിങ്ങൾ ഇപ്പോഴ് ഈ റെയ്ഡിന്റെ പേരും പറഞ്ഞിട്ട് വന്നാൽ അതിനെയും ഞങ്ങൾ നേരിടും. കള്ളത്തരത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുകമുറ സൃഷ്ടിക്കാൻ വേണ്ടി പാർട്ടി നേതാക്കന്മാരെയും പ്രവർത്തകരെയും നിങ്ങൾ ഉപയോഗിക്കുകയാണ്. അതിന് അനുവദിക്കില്ല. നിങ്ങൾ കേസെടുത്തോ, കേസ് കൈകാര്യം ചെയ്തോ. ഞങ്ങൾക്കറിയാം ഈ കേസ് എക്സലോജിന്റെ കേസ് നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്നുള്ളത് കൊണ്ട് ഇനി അടുത്ത കേസിന്റെ പേരും പറഞ്ഞിട്ട് അതും പതിറ്റാണ്ടുകൾ ഇങ്ങനെ പോകും. ഒന്നും ചെയ്യാൻ പോകുന്നില്ല നിങ്ങൾ. ലാവലിൻ കേസ് ഇതേപോലെ തന്നെയല്ലേ, എത്ര കൊല്ലായി കിടക്കുന്നവിടെ. എന്നോട് തന്നെ ചോദിച്ചു, ലാവലിൻ കേസ് BJPയുമായിട്ട് ഡീലല്ലേ? ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് എന്ത് ഡീല്. ലാവലിൻ കേസ് എന്ന് പറഞ്ഞൊരു കേസേ ഇല്ല. നിങ്ങളെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കേസ് മാത്രമാണ്. ലാവലിൻ കേസ് പൂർണ്ണമായിട്ടും വിട്ടുകഴിഞ്ഞൊരു കേസാണ്. ആ കേസിന്റെ പേര് അപ്പീലുണ്ട് എന്ന് പറഞ്ഞിട്ട് പോയതാണ്. അപ്പീലിന്റെ ഭാഗമായിട്ട് ഒരു തെളിവുമില്ലാതുകൊണ്ട് ആ കേസ് എടുക്കാൻ നിങ്ങൾക്കാവുന്നില്ല. എടുക്കാനാവുന്നില്ല എന്ന് പറഞ്ഞാൽ നാണക്കേടായതുകൊണ്ട് അത് നിങ്ങൾ പറയുന്നില്ല. ഇതല്ലേ ലാവലിൻ കേസിന്റെ ഭാഗമായിട്ടുള്ള പ്രശ്നം. അപ്പോഴിവിടെ വളരെ വ്യക്തതയോടുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, കമ്പനി കേസ് അതൊക്കെ കമ്പനി തന്നെ നടത്തും. കള്ളത്തരത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പുതിയ പുതിയ തലങ്ങളിലേക്ക് കാര്യങ്ങൾ നീക്കി CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറെ, അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറെ, അതിന്റെ ഒപ്പം സഹയാത്രികരായിട്ട് പോകുന്ന നന്ദു ഉൾപ്പെടെയുള്ള DYFI പ്രവർത്തകരെ, അവരുടെ സുഹൃത്തുക്കളെ, അവരെല്ലാം ഭീഷണിപ്പെടുത്തി, അവരെല്ലാം വലിയ രീതിയിൽ ഭയപ്പെടുത്തി, കീഴ്പ്പെടുത്തി സമൂഹത്തിന് മുമ്പിൽ നാണം കെടുത്താം എന്നാണ് ധാരണയെങ്കിൽ ഈ സമൂഹം അത് അംഗീകരിക്കുന്നില്ല എന്ന് EDയോട് പറയാനാണ് രാഷ്ട്രീയ വിശീലനത്തിന്റെ ഭാഗമായി ഈ പൊതുയോഗം ഞങ്ങൾ വെച്ചത്. നിങ്ങൾ അതിന് മെനക്കെടണ്ട. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തെ തകർക്കാൻ ഇതൊന്നും മതിയാവില്ല. ഇതിന്റെ തന്നെ വേറൊരു കേസുണ്ടായിരുന്നു, ED തന്നെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന വേറൊരു കേസ്. അതാണ് തൃശ്ശൂരിലെ കരിവണ്ണൂർ ബാങ്കുമായി ബന്ധപ്പെട്ട കേസ്. ഇതിനിടെ ഞാൻ അവിടെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ഇതേപോലെ തന്നെ സംഘടിപ്പിച്ച ഒരു പൊതുയോഗത്തിൽ അവിടെയും പ്രസംഗിച്ചു. അവിടെ ഇതിനേക്കാളും വിചിത്രമാണ് സംഭവം. കരിവണ്ണൂർ ബാങ്ക് എന്ന് പറയുന്നത് നല്ല നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബാങ്കായിരുന്നു. അതിന്റെ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവരെല്ലാം കൂടി ചേർന്ന് നല്ല തരത്തിലുള്ള കൃത്രിമവും കഴിവതിയൊക്കെ നടത്തി അത് പാർട്ടിക്കാരനെ ഭരിക്കുന്ന ഒന്നായിരുന്നു. ഞങ്ങളത് പരിശോധിച്ചു. ഒരാളെയും സംരക്ഷിക്കില്ല. അതിന്റെ മാനേജരെയും സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ 1-ാം പ്രതിയും 2-ാം പ്രതിയുമായി അവർ ജയിലിലായി. CPIMന്റെ പ്രവർത്തകർ തന്നെയായിരുന്നു. അവരെ പാർട്ടി നടപടിയെടുത്തു. അവർക്കെതിരായിട്ട് കേസ് വന്നു. ആ കേസിൽ അവർക്കെതിരായ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചു. അവർ 1-ാം പ്രതിയും 2-ാം പ്രതിയുമായി സെക്രട്ടറിയും മാനേജരും ഉൾപ്പെടെ കൽത്തുറുങ്കിൽ കിടക്കുകയാണ്. ED വന്നു. കേസ് നന്നായിട്ട് നടത്തിക്കൊണ്ടുപോയിരുന്നു. അത്രോ ഇപ്പോഴ് അവിടെയുള്ള പ്രശ്നം പരിഹരിച്ച് സാധാരണ പോലെ ആ ബാങ്ക് പ്രവർത്തിക്കുകയാണ്. കരിവണ്ണൂർ ബാങ്ക് എന്തോ പൂട്ടിപ്പോയ ബാങ്കൊന്നുമല്ല, നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബാങ്കായിട്ട് ഇപ്പോൾ മാറിയത്.
ഇനി അതിന്റെ ആസ്തിയെല്ലാം പൂർണ്ണമായിട്ട് തിരിച്ചു കിട്ടിയാൽ അതെല്ലാം ED കൊണ്ടുപോയിരിക്കുകയാണ്, അതിന്റെ രേഖകൾ മുഴുവൻ അതുകൂടി തിരിച്ചു വാങ്ങി കൃത്യമായിട്ട് അതെല്ലാം ശേഖരിച്ചെടുക്കാൻ കഴിഞ്ഞാൽ യാതൊരു തർക്കവും വേണ്ട. കരുവണ്ണൂർ ബാങ്ക് കേരളത്തിലെ മറ്റെല്ലാ ബാങ്കുകളെയും പോലെ ഫലപ്രദമായി പ്രവർത്തിക്കുന്ന ബാങ്കായിട്ട് ഇപ്പോൾ തുടരുന്നതിനേക്കാളും ശക്തിയായി തുടരാം. ഇപ്രാവശ്യവും തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ തന്നെയാണ് ജയിച്ചത്. ഇനി വിചിത്രമായ സംഭവം കേട്ടോ, ഇതിന്റെ സെക്രട്ടറിയും അതുപോലെ തന്നെ മാനേജരും ഒന്നാം പ്രതി പാർട്ടിക്കാരനായിരുന്നു, നടപടിയെടുത്ത് പുറത്താക്കിയതാണ്. കേസ് ക്രൈംബ്രാഞ്ച് എടുത്തു, ജയിലിലായി. എന്താ ED വന്ന് ചെയ്തേ? ED വന്നതിന് ശേഷം ഈ ഒന്നാം പ്രതിയെയും രണ്ടാം പ്രതിയെയും പ്രത്യേകമായി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞു, നിങ്ങളെ വെറുതെ വിടാം. എന്താ സത്യസന്ധത നോക്കാം, നിങ്ങളെ വെറുതെ വിടാം, നിങ്ങൾ മാപ്പ് സാക്ഷികളാവാം എന്ന് പറഞ്ഞ കേസില്ല. നിങ്ങൾ മാപ്പ് സാക്ഷികളാകുക രണ്ടാളും. എന്നിട്ട് പാർട്ടിയാണ് ഇതിന്റെ പിന്നിൽ ഞങ്ങളെ പ്രേരിപ്പിച്ചത് എന്ന കാര്യം നിങ്ങൾ എഴുതി തരണം, സ്റ്റേറ്റ്മെന്റ് വേണം. കേസിൽ ജയിലിൽ കിടക്കുമ്പോൾ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അതും പാർട്ടി നടപടിയെടുത്ത് പുറത്താക്കിയതാണ്. സ്വാഭാവികമായിട്ടും എഴുതി കൊടുക്കുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാലോ. എഴുതി കൊടുത്തു. പാർട്ടി നേതാക്കന്മാർക്കെതിരായിട്ടാണ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒന്നാം പ്രതിയും രണ്ടാം പ്രതിയും അവരെ മാപ്പ് സാക്ഷിയാക്കി എന്ന് പറഞ്ഞാൽ കേസ് പോയി. ആ കേസിന്റെ അന്ത്യം വന്നു, കാരണം അവർ കൂറുമാറി. ക്രൈംബ്രാഞ്ച് എടുത്ത കേസിന്റെ അകത്ത് അവർ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയതാണ് അവരുടെ ചാർജ്. അത് മാറ്റി മാപ്പ് സാക്ഷികളാക്കി. എന്നിട്ട് CPIMന്റെ ജില്ലാ സെക്രട്ടറിമാരായി വന്ന സഖാക്കളെ കേസിന്റെ ഭാഗമായിട്ട് വിളിക്കാൻ തുടങ്ങി. AC മൊയ്തീൻ, മുൻ മന്ത്രി, ഇപ്പോഴും MLA, അന്നും MLA. AC മൊയ്തീനെ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്തിട്ട് എന്താ കാര്യം? AC മൊയ്തീനും ഈ ബാങ്കും തമ്മിൽ എന്ത് ബന്ധം? ഒരു ബന്ധവുമില്ല. പക്ഷേ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. AC മൊയ്തീൻ പ്രതിയാക്കി. ഇപ്പൊ കുറച്ച് ദിവസം മുമ്പേ പ്രതിയാക്കി. ഒരു തെളിവുമില്ല. K. രാധാകൃഷ്ണൻ പ്രതിപക്ഷ ഇന്ത്യൻ പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവാണ്. ഇപ്പോഴും പ്രതിപക്ഷത്തിരിക്കുന്ന CPIM നേതാവാണ് സഖാവ് K. രാധാകൃഷ്ണൻ. ആ രാധാകൃഷ്ണനെയും ചോദ്യം ചെയ്തു, ഇപ്പോഴും പ്രതിയാക്കി. എന്താ കാരണം? രാധാകൃഷ്ണൻ അവിടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. MM വർഗീസും അവിടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അപ്പൊ 3 ജില്ലാ സെക്രട്ടറിമാരെയും കേസ് പ്രതിയാക്കി. അപ്പോഴാണ് വിചിത്രമായ മറ്റൊരു കാര്യം വരുന്നത്. KV അബ്ദുൾ റഹ്മാൻ എന്ന് പറയുന്ന അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന നമ്മുടെ ഇപ്പോഴത്തെ സെക്രട്ടറി അബ്ദുൽ ഖാദർ, പാർട്ടിയുടെ ഇപ്പോഴത്തെ കഴിഞ്ഞ സമ്മേളനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട സെക്രട്ടറിയാണ് അബ്ദുൽ ഖാദർ. ഇവരെ 3 സെക്രട്ടറിമാരെന്ന നിലയിൽ, മുമ്പ് സെക്രട്ടറിമാരെന്ന നിലയിൽ ഈ കേസിന്റെ ഭാഗമാക്കി മാറ്റി. വിചിത്രമായ സംഭവം എന്താ അറിയോ? പ്രതി ഇന്നയാളെന്നല്ല, CPIMന്റെ ജില്ലാ സെക്രട്ടറി പ്രതി. നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട ഒരു കേസ്. CPIMന്റെ ജില്ലാ സെക്രട്ടറി ആരാണോ ആ സെക്രട്ടറി കേസിൽ പ്രതി. അങ്ങനെ ലോകത്ത് എവിടെയെങ്കിലും കേസുണ്ടോ? ഇന്ത്യയിലാകെ ഒരു കേസ് മാത്രമാണ് ഇങ്ങനെ ഉണ്ട് എന്ന് പറയുന്നത്. അബ്ദുൽ ഖാദർ ഇപ്പോൾ കേസിൽ പ്രതിയായിരിക്കുകയാണ്. ജാമ്യമെടുത്തു. ഇതാണ് ED. CPIMന്റെ ജില്ലാ സെക്രട്ടറിമാർ മുഴുവൻ പ്രതി. ഇപ്പോഴും പ്രതിയായിട്ട് വീണ്ടും CPIMന്റെ ഇപ്പോഴും സെക്രട്ടറി ആയിട്ട് വന്നയാളും പ്രതി. ആ കേസ് എത്രയോ വർഷം മുമ്പുള്ളതാണ്. പ്രതിയാക്കി. ഈ കേസ് ശിക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കേസാണോ? തൃശൂർ ജില്ലയിലാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഏറ്റവും വലിയ വിജയം നേടാൻ കഴിഞ്ഞ ഒരു ജില്ല. പൊതുവെ പരാജയമായിരുന്നല്ലോ. കോഴിക്കോടൊക്കെ വമ്പിച്ച പരാജയം. പൊതുവെ കേരളത്തിൽ വലിയ പരാജയമാണ്. നിങ്ങൾ EDയെ കൊണ്ട് കളിച്ച് EDയുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജില്ലാ സെക്രട്ടറിമാർ മുഴുവൻ അതിൻ്റെ പ്രതികളാക്കി. ഇതെല്ലാം കഴിഞ്ഞിട്ടും തൃശൂർ ജില്ല പോലെ ഒരു ജില്ലയാണ്
കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അടിത്തറയായി നിലകൊണ്ട കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മുന്നേറ്റം സൃഷ്ടിച്ച ജില്ല നിങ്ങൾക്ക് തകർക്കാൻ സാധിക്കുന്നതല്ല. ഇഡിക്കാരോടാണ് ഞാൻ ഉറപ്പിച്ച് പറയുന്നത്. നിങ്ങളിനി പത്രക്കുറിപ്പ് നാളെ വേറെ പത്രക്കുറിപ്പ് ഇറക്കും. നിങ്ങളെ പ്രധാനപ്പെട്ട പണി കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ നിലപാട് സ്വീകരിച്ചുകൊണ്ട് കേരളത്തിൽ എങ്ങനെ BJPയിലേക്ക് ആളെ കൂട്ടാം എന്നന്വേഷിച്ചാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന രാഷ്ട്രീയം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഈ രാഷ്ട്രീയം ഞാൻ അവസാനം പറയാൻ വെച്ചതാണ്. ഇവിടെ അവർ വിലയിരുത്തിയിട്ടുള്ളത് CPIM-നെ തകർക്കാതെ BJPക്ക് അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വിജയം നേടാൻ സാധിക്കില്ല. അപ്പോൾ കള്ളക്കേസുണ്ടാക്കി CPIM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് സഖാവ് പിണറായി വിജയനെ, ഇപ്പോഴതിന്റെ തുടർച്ചയിൽ സഖാവ് റിയാസിനെ, അതിന്റെ ഭാഗമായിട്ട് സഖാവ് നിഖിലിനെ, അതിന്റെ ഭാഗമായിട്ട് സഖാവ് നന്ദുവിനെ, അവരെ സുഹൃത്തുക്കളെ എല്ലാം കേസിൽ ഉൾപ്പെടുത്തി അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് റെയ്ഡ് ചെയ്ത് ഞങ്ങളിതാ എന്തു ചെയ്യാൻ മടി കാണിക്കില്ല, എന്തു ചെയ്യും എന്ന് പറഞ്ഞതുകൊണ്ട് അതിന് കീഴടങ്ങാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് മനസ്സില്ല എന്ന് പ്രഖ്യാപിക്കാനാണ് ഈ സമ്മേളനം. അതാ കാര്യം. ഞങ്ങൾക്ക് മനസ്സില്ല നിങ്ങൾക്ക് കീഴടങ്ങാൻ. നിങ്ങൾ ബംഗാളിൽ കീഴടങ്ങിയിട്ടുണ്ടാവും, ആസാമിൽ കീഴടങ്ങിയിട്ടുണ്ടാവും, ഇന്ത്യയുടെ പല ഭാഗത്ത് കീഴടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ കേരളത്തിൽ EDയുടെ ഭീഷണിക്ക് മുമ്പിൽ ഇടതുപക്ഷ പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് കീഴടങ്ങുമെന്ന ഒരു തെറ്റിദ്ധാരണയും നിങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഫലപ്രദമായി ഈ കേരളത്തിലെ ജനങ്ങളെ അണിനിരത്തി, ഞങ്ങളെ രാഷ്ട്രീയമായി നേരിടുന്ന ജനങ്ങളെ അണിനിരത്തി നേരിടുക തന്നെയാണ്. പിന്നെ നിയമപരമായിട്ട് നേരിടുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴും വന്ന വിധിയെല്ലാം അടിസ്ഥാനപ്പെടുത്തിയിട്ട് എത്രയെത്ര കേസ് വിധികൾ വന്നിട്ടുണ്ട്. ഇപ്പം മലയാള മനോരമ പത്രം തന്നെ ഒരു കാര്യം കഴിഞ്ഞ ദിവസം എഴുതി. അതെന്താ? അത് ഞാൻ അവസാനം വായിച്ചപ്പോഴാണ് സുജിത് നായർ എഴുതിയതാണ്. അതിൽ അദ്ദേഹം പറയുകയാണ്, ഇതെല്ലാം പറഞ്ഞു ഇങ്ങനെയാണ് പറയുന്നത് ED പത്രക്കുറിപ്പ് അനുസരിച്ചിട്ടാണ്. EDയുടെ പത്രക്കുറിപ്പ് അനുസരിച്ച് മലയാള മനോരമ തയ്യാറാക്കിയ രേഖയാണ്. ആ സുജിത് നായരുടെ പേര് വെച്ചിട്ട് തന്നെയാണ് എഴുതിയത്. ആ രേഖയുടെ ഭാഗമായിട്ട് പറഞ്ഞ് അവസാനിക്കുന്നത് ഇതെല്ലാം പറഞ്ഞു, നേരത്തെ പറഞ്ഞതെല്ലാം പറഞ്ഞു. അങ്ങനെ അതിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്, കുഴൽപ്പണവുമായി ബന്ധപ്പെട്ട് പറയാൻ പോവുകയാണ്. അതിനെന്താ തെളിവ് എന്ന് ചോദിച്ചപ്പോൾ കാര്യമായ തെളിവൊന്നും കിട്ടിയിട്ടില്ല, വീണ എഴുതിയൊരു കടലാസുണ്ട്, ആ കടലാസാണ് കിട്ടിയത് എന്നാണ്. എന്നിട്ട് സുജിത് നായർ പറയുകയാണ്, ഈ കടലാസിന് വരിയില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. മനോരമയായിട്ട ദേശാഭിമാനിയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് സംശയം വേണ്ട. അത് ഞങ്ങളുടെ പത്രം. മനോരമയിൽ സുജിത് നായർ പറഞ്ഞാണ് ഇങ്ങനെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഏതെങ്കിലും കടലാസ് വെച്ചിട്ട് ഒരു തെളിവായിട്ട് ഉപയോഗിക്കാൻ സുപ്രീം കോടതി അംഗീകരിക്കുന്നില്ല എന്ന കാര്യവും മലയാള മനോരമ വരികൾക്കിടയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറയാണ്. അത് പറയാൻ കാരണം 3 കേസ് സുപ്രീം കോടതി വളരെ പ്രസിദ്ധമായ കേസാണ്. അതൊന്ന് ജെയിൻ ഹവാല കേസ്, 2 നിങ്ങൾക്കെല്ലാം അറിയുന്നത് തന്നെയാണ് ആദിത്യ ബിർള കേസ്. അതിൽ പ്രധാനപ്പെട്ട പ്രതി നിങ്ങൾക്കറിയാൻ അറിയുന്ന നരേന്ദ്രമോദിയാണ്, ഇന്ത്യൻ പ്രധാനമന്ത്രി, ഇപ്പോൾ അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയാണ്. മറ്റൊന്ന് സഹാറ കേസ്. 3 കേസ്. ഈ 3 കേസിലും അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ആദിത്യ ബിർളയുടെ കേസ് എന്ന് പറഞ്ഞാൽ 25 കോടി റുപ്യ വാങ്ങാൻ തീരുമാനിച്ചു, എനിക്ക് 12 കോടി റുപ്യ കിട്ടി, ബാക്കി എന്താ ചെയ്യേണ്ടത് എന്ന ചോദ്യം നരേന്ദ്രമോദി ചോദിച്ചതാണ് കേസ്. അതിന് പ്രത്യേകം ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. പിന്നെ ഹവാല കേസിന്റെ കാര്യവും അതുപോലെ തന്നെ സഹാറ കേസിന്റെ കാര്യവും നമുക്ക് അറിയുന്നതാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല, സമയമില്ല. ആ കേസിന്റെ അവസാനം ഈ 3 കേസിന്റെയും ഭാഗമായിട്ട് കൃത്യമായ വിധി വന്നു. ആ വിധിയിൽ പറയുന്നത് ആരെങ്കിലും എഴുതി വെച്ച കടലാസോ എവിടെയെങ്കിലും അയച്ച ഇമെയിൽ കാര്യങ്ങളോ ഒരു കേസിന്റെ പ്രവേശനത്തിന് എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി കേസ് ആരംഭിക്കുന്നതിന് തെളിവായി സ്വീകരിക്കാൻ പാടില്ല എന്നാണ്. പറഞ്ഞാൽ മനസ്സിലായല്ലോ. അങ്ങനെ പാടില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞതാണ് ഇഡിക്കാരൻ ഇപ്പോൾ പറഞ്ഞതായിട്ട് മലയാള മനോരമക്കാരൻ പറഞ്ഞത്. അതും കൂടി ഇതിന്റെ ഭാഗമായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ED ആയാലും ഏത് ഏജൻസി ആയാലും ഇവിടെ കോൺഗ്രസിന്റെ നിലപാടെന്താണെന്ന് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ഇവിടെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ED കേസിലെ പ്രതി എത്രയോ പ്രാവശ്യം ചോദ്യം ചെയ്തിട്ടുള്ള ആ കേസ് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹം കേരളത്തിൽ വന്ന് പ്രസംഗിച്ചത്
എന്തേ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാതെ ഇ ഡി എന്നാണ്. പിണറായി വിജയനെ എന്ത് അടിസ്ഥാനത്തിലായി അറസ്റ്റ് ചെയ്യുക? ഏത് കേസടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്യുക? അവർക്കതിനാവില്ല എന്നുള്ളത് കൊണ്ടാണ് അറസ്റ്റ് ചെയ്യാതിരിക്കുന്നത്, അല്ലാണ്ട് നമ്മളോടുള്ള എന്തെങ്കിലും രീതിയിലുള്ള അനുകമ്പ കൊണ്ടല്ല എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അപ്പോഴാണ് രാഹുൽ ഗാന്ധിയുടെ ചോദ്യം, എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? ഇപ്പോൾ കോൺഗ്രസിന്റെ മനസ്സിലിരിപ്പ് എന്താണ് എന്ന് വ്യക്തമായില്ലേ? ആ കോൺഗ്രസിന്റെ മനസ്സിലിരിപ്പ് തന്നെയാണ് ഇപ്പോഴും കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയും, കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ആ വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി എന്ന രീതിയിൽ ഇപ്പോഴെടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് തന്നെയാണ് CPM-നെതിരായിട്ട്. ആദർശ ശുദ്ധിയോടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരെ ഈ പറയുന്ന മാധ്യമങ്ങൾ ഉൾപ്പെടെ ചേർന്ന് പിണറായി വിജയൻ കഴിഞ്ഞ ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ കാലത്ത് അതിന്റെ രണ്ടാം ടേമിൽ നടക്കുന്ന ഇലക്ഷന്റെ ഘട്ടത്തിൽ പിണറായി വിജയന് എല്ലാ വീട്ടിലും, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വീട്ടിൽ മാത്രമല്ല എല്ലാ വീട്ടിലും ഒരു വോട്ടുണ്ടായിരുന്നു. എന്തേ പിന്നെ സംഭവിച്ചത്? ഒന്നാം ടേം കഴിഞ്ഞ് രണ്ടാം ടേമിലേക്ക് സഖാവ് പിണറായി വിജയൻ ഗവൺമെന്റ് വന്നപ്പോ പിണറായിക്കെതിരായ കടന്നാക്രമം തുടങ്ങി ഈ മാധ്യമങ്ങൾ ഉൾപ്പെടെ ബൂർഷ്വാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം നരേഷനുകൾ തയ്യാറാക്കി. പിണറായി വിരുദ്ധ നരേഷൻ, കള്ളപ്രചരണം, അർദ്ധസത്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള വലിയ രീതിയിലുള്ള ജനങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ച ആശയ തരത്തിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ നടത്തി 5 കൊല്ലം. ആ 5 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് പിണറായി വിജയനെ പറ്റിയുള്ള അതിശക്തിയായ രീതിയിലുള്ള പ്രതിഷേധവും അതുപോലെ തന്നെ തികച്ചും വ്യത്യസ്തമായ രീതിയിലുള്ള നിലപാടിലേക്കും ജനങ്ങളെ എത്തിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചത്. അതിന് പിന്തിരിപ്പന്മാരുടെ പൂർണ്ണമായ പിന്തുണയുണ്ടായിരുന്നു. വലതുപക്ഷ നിലപാടുകൾ അതിന് അനുകൂലമായിട്ടുണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. ഞാനതിലേക്കൊന്നും കടക്കാൻ ഉദ്ദേശിക്കുകയല്ല. എന്ന് പറഞ്ഞാൽ ആട്ടിനെ പട്ടിയാക്കാൻ ശേഷിയുള്ള മാധ്യമ ശൃംഖലകളെല്ലാം ചേർന്നുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു പ്രവർത്തനത്തിന്റെ അനന്തരഫലം തന്നെയാണ് വ്യക്തികളെ ഓരോരുത്തരെയും, അത് ഗവൺമെന്റ് ആകുമ്പോൾ ഗവൺമെന്റ്, പാർട്ടി ആകുമ്പോൾ പാർട്ടി, ഞങ്ങൾക്കെല്ലാം എതിരായി ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന കടന്നാക്രമങ്ങളുടെ ഒരു സ്വഭാവം ഞാൻ ഈ പറഞ്ഞത് വ്യക്തിഹത്യയാണ്. വ്യക്തികളെ തന്നെ അവസാനിപ്പിക്കുക. ഇത് അത്രയൊന്നും കൊല്ലായിട്ടില്ല ഇന്ത്യയിൽ, കേരളത്തിൽ തുടങ്ങിയിട്ട് വളരെ ചുരുക്കം കൊല്ലയായിട്ടുണ്ട്. പക്ഷെ ഇതിനെല്ലാം എതിരായി ജനകീയമായ പ്രതിരോധം ചമച്ചുകൊണ്ട് പാർട്ടി അതിശക്തിയായി മുന്നോട്ടേക്ക് പോകാൻ തയ്യാറെടുക്കാൻ ഈ കേരളത്തിൽ ഇപ്പോൾ തീരുമാനിച്ചത് ഈ കോഴിക്കോട് വെച്ചാണ്. വരുന്ന 13, 14, 15 തീയതികളിൽ എക്സ്റ്റൻഡ് സ്റ്റേറ്റ് കമ്മിറ്റി ഇവിടെ ചേരുകയാണ്. അതിന്റെ സമാപനം കുറിച്ചുകൊണ്ട് 15-ാം തീയതി ഈ സമീപകാല ചരിത്രത്തിൽ കണ്ട ഏറ്റവും വലിയ ഒരു ജനകീയ മുന്നേറ്റത്തോടുകൂടി അത് സമാപിപ്പിക്കണമെന്നാണ് ഇപ്പോഴും പാർട്ടി തീരുമാനിച്ചത്. ആ പരിപാടി വമ്പിച്ച വിജയമാക്കുന്നതിന് വേണ്ടി ഈ പാർട്ടിയെ ആകെ അടിമുടി അതിന്റെ പ്രത്യയശാസ്ത്രപരമായ ഉള്ളടക്കം, അതിന്റെ രാഷ്ട്രീയമായ കൃത്യമായ കാഴ്ചപ്പാട്, സംഘടനാപരമായ ദൗർബല്യങ്ങൾ എല്ലാം പരിഹരിച്ചുകൊണ്ട് പാർട്ടിയെ ശക്തിയായി മുന്നോട്ടേക്ക് നയിക്കാനും എല്ലാ കള്ളക്കഥകളെയും എല്ലാ കള്ളക്കേസുകളെയും എല്ലാ തെറ്റായ രീതിയിലുള്ള നിലപാടുകളെയും ചെറുത്തുകൊണ്ട് പാർട്ടിയെ അതിശക്തിയായ അടിമുടി മാറ്റാൻ സാധിക്കുന്ന ഒരു പാർട്ടിയാക്കി CPIM-നെ മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ നിങ്ങളുടെ എല്ലാം പൂർണ്ണമായ പിന്തുണയുണ്ടാവണം എന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയം അത് ED-യുടെ രാഷ്ട്രീയമാണ്. അത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാണ്, അത് ഇടതുപക്ഷ വിരുദ്ധമാണ്, അത് പ്രതിപക്ഷ വിരുദ്ധമാണ്. അതിനെ നേരിട്ടുകൊണ്ടല്ലാതെ നമുക്ക് മുന്നോട്ടേക്ക് പോകാനാവില്ല എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്.